2013 വേഗണറാണത്. വണ്ടി മിസ്സിങ്ങും പുള്ളിങ് ഇല്ല, മൈലേജ് ഭയങ്കര ഷോർട്ട്. ഇതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം വണ്ടി. ഫസ്റ്റ് ഗിയറിലിട്ടു, സെക്കൻഡ് ഗിയറിൽ, തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്തും നമ്മൾക്ക് വണ്ടി പുള്ളിങ് തീരെയില്ല. വണ്ടി സ്റ്റഡനിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി വല്ലാത്തൊരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. ആ ഫോർത്ത് ഗിയറിൽ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ വണ്ടി ഫിഫ്ത്ത് ഗിയറിലാണ് പോകുന്നത്. വണ്ടി പുള്ളിങ് തീരെയില്ല, കംപ്ലൈൻ്റ് ഉണ്ട് വണ്ടിക്ക്. സെൻസറിന് വല്ല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ലസ്റ്ററിൽ ഇഞ്ചൻ വാർണിംഗ് ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുന്നില്ല. ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. എയർ ഫിൽറ്റർ വല്ല ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് നമുക്കതൊന്ന് അഴിച്ചൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് അറിയണ്ടേ. ഇപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. എയർ ഫിൽറ്റർ മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കേസിൽ ഇല കിടക്കുന്നു. നമ്മൾക്ക് പുതിയ എയർ ഫിൽറ്റർ അതിൽ സെറ്റ് ചെയ്യാം. സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അതൊന്ന് അഴിച്ചെന്ന് സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്പാർക്ക് പ്ലഗിന് കുഴപ്പമൊന്നും കാണാനില്ല. പിന്നെ അതിൻ്റെ ഇഗ്നേറ്ററൊന്ന് നമുക്ക് നോക്കാം. ഇഗ്നേറ്ററും വലിയ കുഴപ്പമൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗും ഇഗ്നേറ്ററും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മതിയാവും. അപ്പം നമുക്കത് ക്ലീൻ ചെയ്തിടാം. നമ്മളിപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റി സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്തു, ഇഗ്നേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ വണ്ടി ഓടിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ ഇത്തിരി സ്മൂത്തായിട്ടുണ്ട് വണ്ടി പോകുമ്പോൾ. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ്. ഇപ്പോൾ തേർഡ് ഗിയർ, ഫോർത്ത് ഗിയറിൽ നമ്മൾ സ്റ്റഡനിൽ കൊടുത്തു. വണ്ടി അതിനനുസരിച്ച് മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മിസ്സിങ്ങും മൈലേജ് ഭയങ്കര ഷോർട്ടും ഉണ്ടായിരുന്നത്. മിസ്സിങ് മൈലേജ് ഷോർട്ട് എന്നൊരു കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ചു നോക്കുക. എയർ ഫിൽറ്റർ അഴിച്ചു നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതിയാവും.